സുഹൃത്തുക്കളെ, ഈ അപമാനിതരാവുക എന്ന് പറഞ്ഞ പരിപാടി ഒരു പക്ഷേ മോഹൻലാൽ അറിയാതെ ആയിരിക്കും ഇങ്ങനത്തെ സംഗതി പറയുന്നതായിരിക്കും. കാരണം ഇതൊരു പുതിയ കാലഘട്ടമാണ്, 2025 എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു കൂടി പോവുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ നമുക്ക് എല്ലാവരും ചെയ്യേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും താൻ ഹോസ്റ്റ് ചെയ്യുന്ന, താൻ നടത്തുന്ന എന്നൊക്കെ തന്നെ പറയാം. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം മലയാളികൾ ഒന്നുകൂടി കൂടുതൽ കാണുന്ന ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ ഉണ്ടല്ലോ. ആ ഷോയില് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആദിലയും നൂറയും. ഈ ആദിലയും നൂറയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തത്. അത് ലക്ഷ്മിക്കെതിരെയായിരുന്നു. ലക്ഷ്മി അവരെ വേണ്ടാത്ത രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ്, സ്വന്തം കുടുംബക്കാരെ അംഗീകരിക്കാത്തവരാണ്. ശരിയാണ്, രണ്ടാമത്തെ കാര്യം ശരിയാണ്. സ്വന്തം വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്തരത്തിലുള്ള ഒരാളെയും അംഗീകരിക്കുന്ന ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചില ആളുകളാന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് ആ രണ്ടുപേർക്ക്, ഈ നമ്മുടെ സമൂഹത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ആ രണ്ടുപേർക്കും ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി എന്നവർക്ക് മനസ്സിലായ സമയത്ത് മോഹൻലാൽ ചെയ്തത് അവരെ സപ്പോർട്ട് ചെയ്യലായിരുന്നു. മോഹൻലാൽ പറഞ്ഞത് അവരെ ഞാൻ വീട്ടിൽ കയറ്റുമെന്നായിരുന്നു. ഇങ്ങനെ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞ ആദിലയുടെയും നൂറയുടെയും സ്വഭാവം പതുക്കെ പതുക്കെ മാറി വരുന്നത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനീഷിനോട് ചെയ്തത് ശരിയായില്ല എന്ന് സമൂഹം മുഴുക്ക പറയുന്നു. കണ്ടുനോക്കൂ. ആദില കുറെ അധികം നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പാത്രം കഴുകി പോയിട്ട് അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഞാൻ കഴുകി പോകട്ടെ. ഇത് നമുക്ക് അനീഷാണ് സംസാരിക്കുന്നത്. ഒരു കോമണറാണ് അദ്ദേഹം. ഇപ്പോൾ അവിടെ ക്യാപ്റ്റൻസി വീണ്ടും വീണ്ടെടുത്തിരിക്കുകയാണ്. അതൊരു ചെറിയ കളിയിലൂടെ തന്റെ അറിവ് കൊണ്ട്, തന്റെ വിവരം കൊണ്ടോ, PSC എഴുതി പരീക്ഷ എഴുതി ജയിച്ചവനായതുകൊണ്ട് തന്നെ അവനെ അറിയാം, കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമുണ്ട്. ഒരുപക്ഷെ അനീഷിനെ വിജയിപ്പിക്കണം എന്ന് പറയുന്ന ഒരു മനഃപൂർവ്വമായിട്ടുള്ള തോന്നലിന്റെ ഭാഗമായിട്ടായിരിക്കണം മോഹൻലാൽ ചില ചോദ്യങ്ങളെല്ലാം, PSC ചോദ്യങ്ങൾ എന്ന പോലെ രീതിയിൽ ചില ചോദ്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചത്. അതൊരു ടാസ്ക് തന്നെയാണ്. മിക്കവാറും കോമണറിനെ ജയിപ്പിക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് മനീഷിനെ കൊണ്ടുപോവുക, 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഷാനവാസിനെ എത്തിക്കുക എന്നൊരു ടാസ്ക് ആയിരിക്കും ഇപ്പോൾ അവിടെ നടത്തുന്നുണ്ടായിരിക്കുക. അതിന്റെ ഭാഗമായിട്ട്, ആ ഒരു കളിയുടെ ഭാഗമായിട്ടായിരിക്കണം ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ അനീഷിന് ഉത്തരമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് തന്നെ എടുത്തു കളഞ്ഞ ആ ക്യാപ്റ്റൻസി സ്ഥാനം വീണ്ടും തിരികെ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ടാവുന്നു. അത് ഏറ്റുവാങ്ങിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ക്യാപ്റ്റൻ ആയപ്പോൾ ഇവര് പറഞ്ഞത് അനുസരിക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവർ ഇവിടെ പറയുന്നത് വളരെ നോർമലായിട്ട് കാര്യമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, ആദിലയുടെ ഡ്യൂട്ടിയാണ് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകുക എന്ന് പറഞ്ഞത്. പക്ഷേ അനീഷിനോടുള്ള ആദിലയുടെ പെരുമാറ്റം എന്തോ ഒരു മുൻകൂർ വൈരാഗ്യം, ഇവർ ഈ ബിഗ് ബോസിൽ എത്തുന്നതിന് മുമ്പ് എന്തോ വൈരാഗ്യമുണ്ട് എന്ന രീതിയായിരുന്നു ആദിലയുടെ പെരുമാറ്റം മുഴുവൻ. താൻ പോടോ എന്നും മണ്ടായി എന്നൊക്കെ വിളിക്കുക, അത് 1-2 തവണയല്ല, നമ്മളൊക്കെ ഇളിച്ച വരുന്ന രീതിയിൽ. പേഴ്സണലി എന്നോടൊക്കെ പറയുകയാണെങ്കിൽ 2ാമത്തെ 3ാമത്തെ തവണ കേട്ട് കഴിഞ്ഞാൽ 4ാമത്തെ തവണ ഞാൻ ട്രിഗർ ആവുകയും തൊട്ട് മുമ്പിലിരിക്കുന്ന ആൾ 2 കൊടുത്തിട്ട് ബാക്കി സംസാരം ഉണ്ടാവുള്ളൂ, അത് ആണായാലും പെണ്ണായാലും. അപ്പൊ അങ്ങനത്തെ ഉള്ള രീതിയിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്ന രീതിയിലായിരുന്നു ആദിന്റെ സംസാരം. പക്ഷെ അപ്പോഴും അനീഷ് വാസ് കാം ആൻഡ് ക്വയറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അത്രയ്ക്ക് കാമായിട്ടൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ നിൽക്കാൻ കഴിയുന്നവർക്ക് തോന്നിപ്പോകും. ഇനിയാണ് കാണേണ്ടത്. അവന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. കണ്ടതൊക്കെ ആ ഒരു പാത്രം കഴുകുന്ന ഭാഗത്തുള്ള ആ ഒരു വേസ്റ്റുകളെല്ലാം ദേഷ്യം പിടിച്ച മാതിരി ഒരു പകയുള്ള പോലെ. കാരണം അവളെ ചെയ്തില്ലെങ്കിൽ പിന്നെ പണിയായിരിക്കും. ഈ ആഴ്ച മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്നതിനാൽ, അവൾക്ക് എന്തായാലും അത് പണി കിട്ടുമെന്ന് അറിയാമെന്നുള്ളതിനാൽ പിന്നെ കഴുകാൻ പോകുന്നു. അവന്റെ ദേഹത്തേക്ക് ആ വേസ്റ്റ് വെള്ളം കുടയുന്നു, ഒരു പകയുള്ളത് പോലെ. ഇപ്പൊ നമ്മുടെ ആളുകളെല്ലാം ചോദിച്ചു പോകുന്നത് ഇവിടെ നാണം കെട്ടു പോകുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ ദിവസം ആദരിച്ച ആ ഒരു വ്യക്തി, കേരളം മുഴുവൻ ആദരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലെസ്ബിയൻ കപ്പിൾസിനോട് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത്, ഞാൻ അവരെ വീട്ടിൽ കയറ്റും, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നാരും പറഞ്ഞു. ഈ പറയുന്നത് ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്നതിന് അപ്പുറത്ത് അവർ ഓരോ പേഴ്സണായിട്ട്, ഒരു വ്യക്തിപരമായിട്ട് അവരെടുക്കുകയാണെങ്കിൽ ഭയങ്കര മോശം പെരുമാറ്റം, അറുബോറൻ, വളരെ വൃത്തികെട്ട പെരുമാറ്റം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ആദിലയുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. മിക്കവാറും
ഈ ഒരു ശനിയാഴ്ച ഇനിയിപ്പോൾ ആകെ 1-2 ദിവസമല്ലേ ഉള്ളൂ, ഈ ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേന് എടുത്ത് പുറത്തേക്കാക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ചുമ്മാ ആഗ്രഹിച്ചു പോകുന്നു. അല്ലെങ്കിൽ ചില്ലറ പണിയെങ്കിലും അവർക്ക് കിട്ടിയേക്കും. കാരണം അനീഷ് എന്ന് പറയുന്ന ആ ഒരു കോമൺ വ്യക്തിയെ തുടക്കത്തിൽ എല്ലാവർക്കും ദേഷ്യമായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ കേരളം മുഴുവനും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ട് അനീഷ് മാറിയിട്ടുണ്ട്. സോ അവനൊരു മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത്. അവിടെ നിശബ്ദമായിരിക്കുന്നത്, ആ ചളിവെള്ളം തെറിപ്പിച്ചിട്ടും ആ വേസ്റ്റ് തെറിപ്പിച്ചിട്ടും ഒരടി പോലും അനങ്ങാതെ, തൻ്റെ കൈ പോലും പൊന്താതെ അങ്ങനെ അനീഷ് നിൽക്കാൻ കഴിയുന്നത് ഇത് ബിഗ് ബോസ് ആണെന്നും ഇത് ഒരു മൈൻഡ് ഗെയിമാണെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ടാണ്. എന്തെങ്കിലും ലാലേട്ടന് നാണക്കേടാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവർ ഇങ്ങനെ പെരുമാറുന്നുകൊണ്ട്. കാരണം അത്രയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മോഹൻലാൽ. നാണം കെടുത്തി എന്ന് മാത്രം പറയാം. ആദില നൂറയും ഭീകരമായിട്ട് മോഹൻലാലിനെ നാണം കെടുത്തിയിരിക്കുന്നു. ബൈ.